ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന വലിയൊരു സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവവചനത്തിൽ നിന്നൊരു വാക്യഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി എന്ന്. എന്താണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ? പലർക്കും കൺഫ്യൂഷനാണ്. ക്രിസ്ത്യാനി എന്താണ്, ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. എന്നാൽ നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷിതാവായിട്ട് ഈ ലോകത്തിൽ ജന്മമെടുത്തു, മനുഷ്യ അവതാരമെടുത്തു, മനുഷ്യനായി ജനിച്ചു, ജീവിച്ചു. 33.5 വർഷം ഈ ലോകത്തില് ദൈവരാജ്യത്തെ പ്രസംഗിച്ചു, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. ആ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ വലിയൊരു കൂട്ടം ശിഷ്യന്മാരെ നോക്കി അന്നത്തെ ആൾക്കാർ വിളിച്ചതാണ് ക്രിസ്ത്യാനികളെന്ന്. യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് യേശുവിനെ പോലെ ആയിത്തീർന്ന ഒരു കൂട്ടത്തെ നോക്കി മറ്റുള്ളവർ വിളിച്ച വിളിയാണ് ക്രിസ്ത്യാനി എന്നുള്ള പേര്. എന്താണ് ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ? യേശു ക്രിസ്തുവിനെ പോലെ ആകുക, ക്രിസ്തുവിൽ നിന്ന് വേർപിരിയുവാൻ കഴിയാതെ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന, ക്രിസ്തുവിലാകുന്ന ഒരു അനുഭവത്തെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുവാൻ ഇടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ഉടനീളം കാണുവാൻ കഴിയുന്നത് യഥാർത്ഥമായി പ്രസംഗത്തിൽ കൂടെയും ജീവിതത്തിൽ കൂടെയും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമയെയാണ് ക്രിസ്ത്യാനി എന്ന് പേർ വിളിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ ക്രിസ്തു കാണിച്ച മാതൃകയെ വിട്ട്, ക്രിസ്തീയ ഉപദേശത്തെ വിട്ട് ലോകത്തിൻ്റെ ഭൗതിക നേട്ടങ്ങളും ഭൗതിക നന്മകൾക്കും വേണ്ടി പരക്കം പായുന്ന വലിയൊരു കൂട്ടത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശം, നാം ക്രിസ്തു കാണിച്ചു തന്ന മാതൃക എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളത് നമുക്ക് വാസ്തവമായിട്ട് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തു പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക എന്ന്. നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, ഒരു യോഗ്യതയും പറയുവാനില്ലാതെ, നമ്മിൽ നിന്ന് ഒന്നും ദൈവത്തിന് പ്രതീക്ഷയില്ലാതിരുന്ന സ്ഥാനത്ത്, പാപത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ നാം കടന്നുപോയ സ്ഥാനത്ത് നമ്മെ തേടി സ്നേഹത്തോടെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ച് സ്നേഹിച്ച സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ആ യേശു കർത്താവ് പറയുകയാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്ന ഒരു കാര്യമാണ് സ്നേഹിക്കുക എന്നുള്ളത്. നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ പോലും വാസ്തവമായി കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴങ്ങളെ നമുക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നാം ആയിരിക്കുന്ന ഒരു അനുഭവമാണ് കാണുവാൻ കഴിയുന്നത്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് നമുക്ക് യോഗ്യത പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥമായി കർത്താവ് കാണിച്ച മാതൃക എന്താണോ, ആഴമായി മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ യേശു ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ യേശു കാണിച്ച മാതൃക നമ്മളിൽ വെളിപ്പെടുകയുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ പകരത്തിന് പകരം ചെയ്യുകയും ക്ഷമിക്കുവാൻ കഴിയാതെ പക വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം കാണുവാൻ കഴിയുന്നു. അങ്ങനെ പോകുന്ന ജീവിത അനുഭവത്തിൽ കൂടെ ഒരിക്കലും ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തു സ്നേഹമാകുന്നു എന്ന് നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എത്രത്തോളം ആഴമുള്ളതാണെന്ന്, എത്രത്തോളം അതിന് നമുക്കത് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തതാണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നാം തെളിയിച്ചു കൊടുക്കണം. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീരുവാനാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന്. ക്രിസ്തുവിലുള്ള ഭാവം എന്തായിരുന്നു എന്ന് നാം നോക്കിയാൽ
അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നത്. നാം കർത്താവിനെ സ്നേഹിക്കാതെ ഇരുന്നപ്പോൾ, നാം ദൈവത്തിൽ നിന്ന് ഏറെ ദൂരം അകന്നു മാറിയിരുന്ന കാലഘട്ടങ്ങളിൽ, ആ സമയങ്ങളിൽ നമ്മുടെ പാപങ്ങൾ ഓർക്കാതെ, നമ്മുടെ കുറ്റങ്ങൾ ഓർക്കാതെ, നമുക്ക് വേണ്ടി തന്നെത്താൻ ത്യജിച്ച് തൻ്റെ സ്ഥാനമാനങ്ങൾ, തൻ്റെ സ്വർഗീയമായ സകല മഹിമകളും എല്ലാം, ദൂതന്മാരുടെ ആരാധനയും എല്ലാം വെടിഞ്ഞ് തന്നെത്താൻ ശൂന്യനാക്കി നമുക്ക് വേണ്ടി തനിക്കുണ്ടായിരുന്നതെല്ലാം ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് വേണ്ടി ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മോടൊപ്പം നമ്മെപ്പോലെ മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു. ഏറ്റവും താണ നിലയിലാണ് യേശു കർത്താവ് ജനിക്കുവാൻ ഇടയായി തീർന്നത്. നാം നോക്കുമ്പോൾ ഉന്നത നിലവാരത്തിലോ ഉന്നതമായ അനുഭവത്തിലോ അല്ല യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ദരിദ്രമായ താണതായ അനുഭവത്തില്. അതിന് കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, ദരിദ്രരായ നമ്മളെ സമ്പന്നരാക്കി തീർക്കുവാൻ സമ്പന്നനായ യേശു കർത്താവ് ദരിദ്രനായി തീർന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുതെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. ദരിദ്രരായി നമ്മളെ ആത്മീയത്തിൽ സമ്പന്നരാക്കുവാൻ, ദൈവരാജ്യത്തിന് അവകാശികളാക്കുവാൻ യേശു കർത്താവ് നമ്മൾ നിമിത്തം ദരിദ്രനായി ഈ ലോകത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഏറ്റവും താണതായ, ഏറ്റവും നീചമായ, ഏറ്റവും തരം താഴ്ത്തപ്പെടുന്ന അനുഭവത്തിലാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നത്. തൻ്റെ ക്രൂശ് മരണം നാം നോക്കുമ്പോൾ നമ്മുടെ പാപത്തിൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ ആ ക്രോധാഗ്നിയിൽ നാം എരിഞ്ഞടങ്ങേണ്ട ആ വലിയ തീവ്രമായ കഷ്ടതയുടെ നടുവിലാണ് യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപത്തെ മായിച്ചു കളയുവാൻ എന്നേക്കും നമ്മെ തൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തിയെടുക്കുവാനാണ് താൻ നമുക്ക് വേണ്ടി ഇത്രത്തോളം ത്യാഗം അനുഭവിപ്പാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഈ വിലപ്പെട്ട മാതൃകയാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ആ മഹത്വം ഇന്ന് നമ്മളിൽ എത്ര പേർക്ക് ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്നു എന്ന് നമ്മെ തന്നെ നാം ഒന്ന് ശോധന ചെയ്യണം. പലപ്പോഴും ക്ഷമിക്കേണ്ട സ്ഥാനത്ത് നാം ക്ഷമിക്കുവാൻ കഴിയാതെ പകവെച്ചുകൊണ്ട് ആമേൻ പലപ്പോഴും ക്രിസ്ത്യാനി എന്ന് പറയുന്ന അനുഭവം, അതാണ് ദൈവനാമത്തിന് അപമാനമായി തീരുവാൻ ഇടയായി തീരുന്നത്. യേശു കർത്താവ് സകല മാനവും മഹത്വവും വിട്ട്, സകല സ്ഥാനമാനങ്ങളും വിട്ട് ഈ ലോകത്തിൽ ഇറങ്ങി വന്നു. ഇന്ന് നാം സ്ഥാനമാനങ്ങളുടെ പുറകെ നമുക്ക് ഏൽപ്പിച്ചു തന്ന ക്രിസ്ത്യാനിത്വത്തെ ഏറ്റവും വില കുറച്ച് കളഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങൾക്കും അധികാരമോഹങ്ങൾക്കും വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ചിലവാക്കുന്നില്ലേ? അത് നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്രത്തോളം അധപ്പതനമാണ് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇന്ന് ഈ വേളയിൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവര് നമ്മളിലേക്കൊന്ന് ഇറങ്ങി ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര അനുഗ്രഹമായിരുന്നു. നാം പ്രത്യാശ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എത്രയും വേഗം ആഗതമാകുവാൻ പോകുകയാണ്. യേശു കർത്താവ് രണ്ടാമത് വരുന്നത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സത്യസഭയെ ചേർക്കുവാനാണ്. തൻ്റെ കാന്തയായ ആമേൻ സഭയെ ചേർക്കുവാൻ യേശു കർത്താവ് എത്രയും വേഗം കടന്നു വരുവാൻ പോകുമ്പോൾ ആമേൻ ആ ക്രിസ്ത്യാനിത്വത്തിന്റെ മൂല്യം എത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എത്രത്തോളം അതിന് വില കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി നിൽക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പരമമായ ലക്ഷ്യമെന്നുള്ളത് നാം ചിന്തിച്ചെങ്കിൽ നന്നായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നാം ലജ്ജിച്ചു പോകരുത് എന്ന്. ഇന്നത്തെ ആത്മീയത്തിൽ പഠിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്. ക്രിസ്ത്യാനിയായാൽ കഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല, എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന്. എന്നാൽ തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ക്രിസ്ത്യാനിത്വത്തിന് കഷ്ടങ്ങളുണ്ട്, ത്യജിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്, തകർക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. അതിലൂടെയൊക്കെ കടന്നുപോയി തികഞ്ഞ ഒരു പക്വത പ്രാപിച്ച് ക്രിസ്തു എന്ന ശിരസോളം വളരുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ള പേര് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത് എന്ന് നാം മറന്നു പോകരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പരമമായ ലക്ഷ്യം എന്താണ്? ആമേൻ. പാപത്തിൽ ജീവിക്കുന്ന പാപമാണെന്ന് തിരിച്ചറിയാതെ
പാപത്തെ പിൻപറ്റുന്ന വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ യഥാർത്ഥമായി ക്രിസ്തുവിന്റെ പത്രങ്ങളായി നാം നിന്നു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഈ തിരുവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് ആത്മാർത്ഥമായി ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, യഥാർത്ഥമായും യേശു ക്രിസ്തു നമ്മൾക്ക് ഏൽപ്പിച്ചു തന്ന ആ മാതൃക പ്രകാരം ക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിച്ച് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ള ആ ഒരു നാമം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാം. അതിനായി ഈ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ശത്രു ഒരിക്കലും നമ്മുടെ വിരുദ്ധ ലക്ഷ്യം തെറ്റിച്ചു കളയുവാൻ ഇടയാക്കാതെ ദൈവരാജ്യം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിനോട് ചേർന്നുള്ള ആ നിത്യത പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ ഏൽപ്പിക്കപ്പെട്ട ആ ദൗത്യം മനോഹരമായി പൂർത്തീകരിച്ച് നിത്യതയിൽ പ്രവേശിക്കുവാൻ യേശു ക്രിസ്തു ഒരുക്കുന്ന ആ നിത്യ രാജ്യത്തിന് വേണ്ടി അവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയിലും കഷ്ടത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ വിടുതലും സൗഖ്യവും ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും കൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. God bless you.